പാഴ്സി സ്ത്രീകൾക്ക് സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട കാര്യം, അല്ലെങ്കിൽ മുസ്ലിം സ്ത്രീകൾക്ക് എന്താ പറയാ അവരുടെ ആരാധനാ സ്വാതന്ത്ര്യം, അവരുടെ സ്വത്തവകാശം, ഇതെല്ലാം ആ മതത്തിനുള്ളിൽ നിൽക്കുന്ന സോഷ്യൽ ഇൻജസ്റ്റിസുകളാണ്, ആ മതത്തിനുള്ളിൽ നിൽക്കുന്ന ജെൻഡർ ഇൻജസ്റ്റിസുകളാണ്, ലിംഗവിവേചനത്തിന്റെ പ്രശ്നമാണ്. ഇതിനോട് താരതമ്യം ചെയ്യാവുന്നതോ ഇതിനോടൊപ്പം കൂട്ടിക്കെട്ടാവുന്നതോ ആയിട്ടുള്ള ഒരു പ്രശ്നമല്ല ശബരിമലയിലെ യുവതീ പ്രവേശനം. നോക്കൂ, മുസ്ലിം സ്ത്രീകൾക്ക് ഏതെങ്കിലും ഒരു പള്ളിയിൽ പ്രവേശിക്കാനല്ല വിലക്കുള്ളത്, ഒരു പള്ളിയിലും പ്രവേശിക്കാനാണ് അനുവാദം ഇല്ലാത്തത്. ഏതെങ്കിലും പള്ളിയിലല്ല, ഒരു പള്ളിയിലും അവർക്ക് പ്രവേശിക്കാൻ പറ്റില്ല എന്നതാണ്. ഒരു എന്താ പറയുക, അന്യമതസ്ഥനായിട്ടുള്ള പുരുഷനെ കഴിച്ചാൽ സ്വത്ത് നഷ്ടപ്പെടുമോ എന്നുള്ള പ്രശ്നമുള്ളത് ഏതെങ്കിലും ഒരു സ്ത്രീക്കോ ഏതെങ്കിലും ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിയിലെ സ്ത്രീക്കോ അല്ല, ആ മതത്തിൽപ്പെടുന്ന മുഴുവൻ സ്ത്രീകൾക്കുമാണ്. അതല്ലെങ്കിൽ ഈ പറയുന്ന ആൻസിസ്ട്രൽ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിവേചനം ഉള്ളത് ഏതെങ്കിലും ഒരു സ്ത്രീക്കല്ല, എല്ലാവർക്കുമാണ്. ഇവിടെ അങ്ങനെയല്ല ഉള്ളത്. ഇവിടെ ഹിന്ദു സ്ത്രീകൾക്ക് ക്ഷേത്ര പ്രവേശനത്തിന് ഒരു വിലക്കുമില്ല. ഇന്ത്യയിൽ എത്രത്തോളം ഹിന്ദു ക്ഷേത്രങ്ങളുണ്ടോ ഈ ക്ഷേത്രങ്ങളിലെല്ലാം ഈ സ്ത്രീകൾക്ക് പ്രവേശനമുണ്ട്. ശബരിമല ക്ഷേത്രത്തിൽ പോലും സ്ത്രീകൾക്ക് പ്രവേശനത്തിന് വിലക്കില്ല. അവിടെ 10 വയസ്സിന് താഴെയുള്ള സ്ത്രീകൾക്കും 50 വയസ്സിന് മേലെയുള്ള സ്ത്രീകൾക്കും പ്രവേശനത്തിന് സാധ്യതയുണ്ട്. അവിടെ ആകെയുള്ള ഒരു നിയന്ത്രണം എന്ന് പറയുന്നത് പ്രത്യേക പ്രായപരിധിയിലുള്ള സ്ത്രീകൾക്ക് മാത്രമാണ്. 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്കുള്ള സ്ത്രീകൾക്കാണ്. ആ വിവേചനം അപ്പോ ലിംഗത്തിന്റെ അടിസ്ഥാനത്തിലല്ല, പ്രായത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ദ റെസ്ട്രിക്ഷൻ ഈസ് നോട്ട് ബേസ്ഡ് ഓൺ ജെൻഡർ ബട്ട് ഓൺ ഏജ് എന്നുള്ളതാണ്. അപ്പൊ അതൊരു ക്ഷേത്രത്തിന്റെ കസ്റ്റമിനനുസരിച്ച് ഉണ്ടാക്കിയുള്ള ഒരു പ്രത്യേക നിയന്ത്രണം മാത്രമാണ്, അത് വിവേചനമല്ല. സൈദി ബഗൈർ അന്ന് കോടതിയിൽ പറഞ്ഞ പോലെ എവറി റെസ്ട്രിക്ഷൻ ഈസ് നോട്ട് എ ഡിസ്ക്രിമിനേഷൻ. എല്ലാ തരത്തിലുള്ള നിയന്ത്രണങ്ങളും വിവേചനങ്ങളല്ല. നിങ്ങൾക്കൊരു കുറവുണ്ട് എന്ന് കരുതി നിങ്ങളെ മാറ്റി നിർത്തുമ്പോഴാണ് അത് വിവേചനം. എനിക്കൊരു പ്രത്യേകത ഉണ്ടെന്നതിന്റെ പേരിൽ ഞാൻ സ്വയമേവ മാറി നിൽക്കുന്നത് വിവേചനമല്ല, അതിന്റെ വ്യതിരിക്തതയാണ്. അയ്യപ്പസ്വാമി സ്ത്രീകൾക്ക് ഒരു കുഴപ്പമുണ്ട്, സ്ത്രീകൾ പോരാത്തവരാന്ന് പറഞ്ഞിട്ട് അവരെ മാറ്റി നിർത്തിക്കുകയല്ല, താൻ ഏറ്റെടുത്തിട്ടുള്ള ബ്രഹ്മചര്യമാകുന്ന വ്രതത്തിന്റെ പ്രാധാന്യം കൊണ്ട് യുവതി സമ്പർക്കം ഇല്ലാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുകയാണ് ചെയ്യുന്നത്. യുവതികളോടുള്ള ഒരു വിദ്വേഷം കൊണ്ടല്ല, അവനവനെ ഏറ്റെടുത്തിട്ടുള്ള വ്രതത്തിനോടുള്ള ആദരവാണ്. ഇതിനെ നമ്മൾ പ്രത്യേകമായി തന്നെ മനസ്സിലാക്കണം. ഇങ്ങനെയല്ല ഒരു കമ്മ്യൂണിറ്റിക്കെതിരെ പൊതുവായിട്ടുള്ള വിവേചനപരമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുന്നത്. ഒരു സ്ത്രീ ഒരു സമൂഹത്തിന് മുഴുവൻ അവരുടെ ജെൻഡർ കൊണ്ട് മാത്രം ആരാധനാലയത്തിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് വിവേചനം കൊണ്ടുവന്നാൽ അത് തീർച്ചയായിട്ടും ലിംഗവിവേചനമാണ്. അത് ശബരിമലയിൽ നിലനിൽക്കുന്ന നിയന്ത്രണം പോലത്തെ ഒരു സംഭവമല്ല. അതല്ലെങ്കിൽ ഒരു അന്യപുരുഷനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വത്തവകാശം ഉണ്ടാവില്ല എന്ന് പറയുന്നത് ആ സ്ത്രീയുടെ ചോയ്സിനെ റെസ്ട്രിക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പൊളിറ്റിക്കൽ ആയിട്ടുള്ള ഒരു ഉപാധിയാണ്. ആ സ്ത്രീ ഇന്ന മതത്തിൽ നിന്ന് മാത്രമേ കല്യാണം കഴിക്കുള്ളൂ, അല്ലെങ്കിൽ അവൾക്ക് വലിയ നഷ്ടം ഉണ്ടാവും എന്നതിന്റെ പേരിൽ അവളുടെ സ്വന്തം ഇഷ്ടം റെസ്ട്രിക്ട് ചെയ്യാൻ അവൾ നിർബന്ധിത. അങ്ങനെ അവളുടെ ചോയ്സിനെ, ആരെ കല്യാണം കഴിക്കണം, ആരുടെ കൂടെ ജീവിക്കണം എന്നുള്ള അവരുടെ സ്വാതന്ത്ര്യത്തിന്, അവരുടെ തെരഞ്ഞെടുപ്പിനെ റെസ്ട്രിക്ട് ചെയ്യാനുള്ള ഒരു പദ്ധതിയാണ്. ഇതെല്ലാം ജെൻഡർ ഇൻജസ്റ്റിസുകളാണ്, ഇതെല്ലാം ലിംഗപരമായിട്ടുള്ള വിവേചനങ്ങളാണ്. അങ്ങനെ വിവേചനത്തിന്റെ ബോക്സിൽ പെടുത്തിയിട്ട് എല്ലാ മതത്തിലെയും കുറെ വിവേചനങ്ങൾ ഞങ്ങൾ പരിഷ്കരിച്ചു എന്നൊരു സമാധാനത്തിന് സുപ്രീം കോടതി ശ്രമിക്കുകയാണെങ്കിൽ എനിക്ക് 100% എന്നോട് വിയോജിപ്പുണ്ട്. ഇത് ശബരിമലയിൽ നിലനിൽക്കുന്ന യുവതീ പ്രവേശനവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന പ്രശ്നം ഇസ്ലാം സമൂഹത്തിലോ ഈ പറയുന്ന പാഴ്സി സമൂഹത്തിലോ സിഖ് സമൂഹത്തിലോ ഒക്കെ നിലനിൽക്കുന്ന സ്ത്രീവിരുദ്ധമായിട്ടുള്ള ആചരണങ്ങളോട് ചേർത്ത് നിൽക്കാവുന്ന ഹിന്ദുധർമ്മത്തിലെ ഒരു അനാചാരമല്ല. ഇതൊരു ക്ഷേത്രത്തിന്റെ പ്രത്യേകമായിട്ടുള്ള വിശ്വാസം മാത്രമാണ്.